ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൂവി എക്സ്പ്ലെയിനർ. നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത് ഒരു അടിപൊളി ആനിമേഷൻ മൂവിയാണ് കേട്ടോ. അതായത് ഒരു കുടുംബമായിട്ടുള്ള താറാവുണ്ട്. അതിൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഈ അച്ഛന്മാർക്ക് പൊതുവെ മക്കള് എങ്ങോട്ടേലും പോവോ അല്ലെങ്കിൽ കുടുംബത്തിനെ വേറെ എങ്ങോട്ടേലും പറഞ്ഞു വിടുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളൊരു ടെൻഷൻ കാണത്തില്ലേ? അതുപോലെ നമ്മുടെ ഹീറോയ്ക്കും അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. അപ്പം അവർക്ക് പുറത്തൊക്കെ പോകാൻ നല്ല പേടിയാണ്. അതായത് താറാവാകുമ്പോൾ മൈഗ്രേറ്റ് ചെയ്യുമെന്നാണ് ഈ സിനിമയിൽ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലുള്ള താറാവൊന്നും ഇതുവരെ പറന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ പുറം നാട്ടിലുള്ള താറാവൊക്കെ പറക്കുമെന്നാണ് ഈ സിനിമ പറയുന്നത്. അങ്ങനെ പോകുന്ന ഒരു കുടുംബത്തിന്റെ കഥയാണ് കേട്ടോ. അതായത് ഒരു താറാവ് കുടുംബം പറന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അവർക്കും ആഗ്രഹങ്ങൾ കാണത്തില്ലേ? ലോകം കാണണം, ഇവിടെ എന്തൊക്കെയുണ്ട് എന്നൊക്കെ അറിയാനുള്ള ഒരു ആഗ്രഹം കാണത്തില്ലേ? അതിനായിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഓരോ അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറെ വെള്ളത്താറാവുകളെ രക്ഷിക്കുന്നുണ്ട്. പിന്നെ അവരെ കുക്ക് ചെയ്യാനായിട്ട് ഒരു ഷെഫ് ഇവരുടെ പിറകെ വരുന്നുണ്ട്. അയാളുടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ് ഈ താറാവുകൾ. അങ്ങനെ നമ്മുടെ ഫാമിലി മാനായ പാവം താറാവാണെങ്കിൽ ലാസ്റ്റ് ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു താറാവായി മാറുകയാണ് അവസാനം. അപ്പം ഈ കഥയെല്ലാം നമുക്ക് കേൾക്കണ്ടേ? എന്നാ പിന്നെ അവസാനം വരെ കണ്ടിരുന്നോളിയും. നമുക്ക് കഥയിലോട്ട് കടക്കാം. കഥയുടെ ആരംഭത്തിൽ രണ്ട് താറാ കുഞ്ഞുങ്ങളെയാണ് കേട്ടോ കാണിക്കുന്നത്. അത് ചേട്ടനും അനിയത്തിയാണ്. അപ്പൊ അവരാണെങ്കിൽ അവരുടെ കുളത്തിൽ കിടന്ന് നീന്തി കളിക്കുകയാണ്. അപ്പം അവർക്കത്ര സന്തോഷമൊന്നുമില്ല. കാരണം എത്ര നാളെന്ന് വെച്ചിട്ട് ഒരേ കുളത്തിൽ തന്നെ നീന്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് പറന്ന് ഈ രാജ്യം കാണാൻ അല്ലെങ്കിൽ ഈ ലോകം കാണാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ അവരുടെ ആഗ്രഹപ്രകാരം അവർ പറന്ന് ലോകം കാണാൻ പോവാണ്. അങ്ങനെ ചെന്ന് പെടുന്നതാണെങ്കിൽ ഒരു കാട്ടിലാണ് കേട്ടോ. ആ കാട്ടിലാണെങ്കിൽ പരുന്ത്, കാക്ക അങ്ങനത്തെ പ്രെഡേറ്റേഴ്സ് ആയിട്ടുള്ള ജീവികളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ താറാവിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ കഴിക്കാനായിട്ട് ആ ജീവികളൊക്കെ വരികയാണ്. പ്രത്യേകിച്ച് ഒരു ഭീകരക്കൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പം ഇത് ആരെടുത്താ പറയുന്നതെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ ഫാമിലി മാൻ ആയിട്ടുള്ള ഹീറോന്റെ മക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇന്നതൊക്കെ കാര്യങ്ങളെന്ന്. അപ്പം ഹീറോയിനും അതായത് ഹീറോയും ഭാര്യയായിട്ട് ഭയങ്കരമായിട്ട് വഴക്കടക്കാണ്. അതായത് കുട്ടികളെ അതും ഇതും പറഞ്ഞിട്ടാണോ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അവർ കുട്ടികളല്ലേ, അവരുടെ അടുത്ത് ഇതൊക്കെ പറയുന്നത് എന്തിനാ? അപ്പൊ ഈ അച്ഛൻ മക്കൾ കേൾക്കാതെ ഭാര്യയുടെ അടുത്ത് പറയുന്നുണ്ട്, അതായത് നമ്മുടെ മക്കളാണെങ്കിൽ കുറച്ച് കഴിയുമ്പം ഇവിടം വിട്ട് പോവും, അവരെ അങ്ങനെ വിടാതിരിക്കണം. കാരണം അവർക്ക് എന്തെങ്കിലുമൊക്കെ അപകടം പറ്റിയാലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഇവിടം വിട്ട് പോയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു കഥയായിട്ട് ചുമ്മാ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതൊന്നും യഥാർത്ഥത്തിൽ നടക്കത്തൊന്നുമില്ല, എന്നാലും അവരിങ്ങനെ പേടിച്ചിരിക്കും. പണ്ട് എൻ്റെ മുത്തച്ഛനും അമ്മയും അച്ഛനൊക്കെ ഈ കഥയാണ് എൻ്റെ അടുത്ത് സെയിം പറഞ്ഞത്. എന്നാൽ എനിക്കിപ്പോൾ അതിൻ്റെതായ ഒരു ട്രോമയുണ്ട്. എനിക്ക് ഇവിടുന്ന് പുറത്തു പോകാൻ ഒരു പേടിയാണ്. ഇത് പറയുകയാണ് ഭാര്യയെടുത്ത്. എന്നാൽ ഈ ഭാര്യ എന്ന് വെച്ചാൽ ഇച്ചിരി അഡ്വഞ്ചറസ് ടൈപ്പ് ആയിട്ടുള്ള ആളാണ്. പുറത്ത് പോകണം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരു താറാക്കുട്ടിയാണ് കേട്ടോ. എന്തായാലും കുറേ ദിവസം അവർ ആ കുളത്തിലും ആ പരിസരത്തൊക്കെ കളിച്ച് കളയുകയാണ്. അതായത് അവരുടെ ജീവിതം അവർ ആസ്വദിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ നമ്മുടെ ഹീറോ ഒരു മരത്തിലാണെങ്കിൽ ഇങ്ങനെ ചെളി വാരി പൊത്തിട്ട് അവരുടെ കൈപ്രിൻ്റൊക്കെ ഇങ്ങനെ പതിക്കും, അല്ലെങ്കിൽ ഇലയൊക്കെ വെച്ച് ഒട്ടിക്കും. അങ്ങനെ ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഭാര്യ ഓടി വരുന്നത്. എടാ മക്കളെ ഓടി വാ, ഒരു കാര്യം കാണാൻ ഇപ്പൊ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അങ്ങനെ മക്കളെ വിളിച്ചുകൊണ്ട് അവർ കുളത്തിലിറങ്ങാണ് കേട്ടോ, ഭാര്യയും മക്കളുമായിട്ട്. അപ്പൊ നോക്കുന്ന സമയത്ത് വേറെ കുറെ താറാക്കള്, അതായത് വേറെ ബ്രീഡാണ്, അവര് വേറെ ഇനം താറാക്കളാണ്. അവരിങ്ങനെ പറന്ന് നടക്കുകയാണ്. അങ്ങനെ അവർ പറന്ന് വന്നിട്ട് ലാസ്റ്റ് ആ കുളത്തിൽ തന്നെ ലാൻഡ് ചെയ്തിട്ട് അവിടെ കുറച്ചു നേരം നീന്തുകയാണ് കേട്ടോ. എന്തായാലും ഭാര്യ ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ബാ നമുക്ക് അവരെ പോയി പരിചയപ്പെടാം, എവിടേക്ക് അവർ പോകുന്നതെന്നൊക്കെ നമുക്ക് പോയി അറിഞ്ഞാലോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല കേട്ടോ. ഹീറോ ആണെങ്കിൽ അങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കുകയാണ്. പക്ഷെ ഭാര്യയ്ക്ക് വേണമെങ്കിൽ പോയി മിണ്ടിക്കോളാൻ പറയുന്നുണ്ട്. ഇതേ നേരം തന്നെ അവരുടെ രണ്ട് മക്കളെയും കാണാനില്ല. നോക്കുന്ന സമയത്ത് ഇവരാണെങ്കിൽ ആൾറെഡി ആ താറാക്കൂട്ടത്തിന്റെ ഇടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോന്റെ മോനാണെങ്കിൽ, നമുക്ക് മോനെന്ന് തന്നെ പറയാം, ഈ മോനാണെങ്കിൽ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എവിടെ വേണമെങ്കിലും എന്തും കയറി സംസാരിച്ചോളൂ. എന്തായാലും എല്ലാ താറാക്കൂട്ടത്തിന്റെ അടുത്ത് ഹായ് പറയാണ്. അങ്ങനെ ഇവരിങ്ങനെ പോകുന്ന സമയത്ത് ഈ അനിയത്തിയും, അതായത് ഈ ഹീറോന്റെ മോന്റെ അനിയത്തിയാണ്, അതായത് ഹീറോന്റെ മോളാണ് കേട്ടോ. അപ്പൊ ഈ മോനും അനിയത്തിയായിട്ട് അടിയാവുന്നുണ്ട്, മോനും മോളുമായിട്ട് അടിയാവുന്നുണ്ട്. അങ്ങനെ അടിയാണെങ്കിൽ മോനാണെങ്കിൽ വേറൊരു പെൺകുട്ടി, അതായത് ഒരു പെൺതാറാവിന്റെ ദേഹത്ത് പോയി തട്ടുകയാണ്. എന്തായാലും ഈ പെൺതാറാവും നമ്മുടെ ഹീറോന്റെ മോനുമായിട്ട് പരിചയപ്പെടുകയാണ്. അപ്പൊ പെൺതാറാവ് പറയുന്നുണ്ട്, നമ്മള് ഒരു സ്ഥലം വരെ പോവുകയാണ്, ഒരു അടിപൊളി സ്ഥലമാണ്, നിങ്ങൾ വരുന്നതെന്ന്. എന്നാൽ ഈ നമ്മുടെ മോനൊക്കെ പറയാനൊന്നും പറ്റിയില്ല കേട്ടോ. അതിനു മുമ്പ് ഈ പെൺകുട്ടി താറാവ് പറയാണ്, നിങ്ങൾ വന്നോളി അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവരുടെ പേരൻസിനെ വിളിക്കാൻ പോവാണ്. ഈ പെൺകുട്ടി താറാവിന്റെ പേരൻസിനെ വിളിക്കാൻ പോവാണ്. ഈ മോനൊന്നും മനസ്സിലായില്ല കേട്ടോ ഇപ്പൊ ഇവിടെ എന്താ നടന്നതെന്ന്. സംഭവം എന്ന് വെച്ചാൽ ആ പെൺതാറാവ് ഉണ്ടല്ലോ, ആ പെൺതാറാവ് അവളുടെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയാൻ പോവാണ്, ഇതാണ് കൂട്ടം താറാവ് കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്തായാലും മക്കളെ കാണാത്തോണ്ട് നമ്മുടെ ഹീറോ അങ്ങോട്ട് തിരങ്ങി വരികയാണ് കേട്ടോ. അങ്ങനെ മക്കളെയും പിടിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന നേരം ഇപ്പം പോയ ആ പെൺകുട്ടി ഇല്ലായിരുന്നു, ആ നീലത്താറാവ് പെൺകുട്ടി, അതിന്റെ അച്ഛനും അമ്മേനെയും പിന്നെ ഒരു മോനൂടെ ഉണ്ട്, അതിനെ കൂടെ വിളിച്ചോണ്ട് വന്നേക്കാണ്. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട് ഹീറോന്റെ അടുത്തും ഹീറോയിന്റെ അടുത്തും, അതായത് ഭാര്യ എടുത്ത്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, എനിക്ക് ഇപ്പം വരാൻ താല്പര്യമില്ല, അടുത്ത വർഷം വേണമെങ്കിൽ നോക്കാന്ന്. അങ്ങനെ ഭാര്യയും മക്കളെയും വിളിച്ചോണ്ട് ആ കൂട്ടിന്റെ അടുത്ത് വരികയാണ്. ആ മരയില്ലേ, അത് അവരുടെ കൂടാണ്. എന്തായാലും ഭാര്യയ്ക്ക് പോകണമെന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഭർത്താവ്, അതായത് ഹീറോ സമ്മതിക്കില്ല. ഹീറോയ്ക്ക് പേടിയാണ്, പുറത്തോട്ട് പോയാൽ മക്കൾക്ക് എന്തെങ്കിലും പറ്റുമോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. കാരണം ഇവര് പക്ഷികളല്ലേ, അങ്ങനെ പോകുന്ന സമയത്ത് മനുഷ്യന്മാരെന്തെങ്കിലും ചെയ്യുമോ അല്ലെങ്കിൽ വേറെ മൃഗങ്ങളും എല്ലാം ആക്രമിച്ചാലോ, ആ ഒരു പേടി ഹീറോയ്ക്ക് ഉണ്ട് കേട്ടോ. എന്തായാലും ഭാര്യയ്ക്കും മക്കൾക്കും ഒരുപാട്
ഒരുപാട് വിഷമായിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്ക് ട്രിപ്പിനൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഹീറോ ആണെങ്കിൽ അവരെ വിടത്തുമില്ല, അവരുടെ കൂടെ പോകത്തുമില്ല. പുള്ളിക്കാരൻ പേടിയായോണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇതിനെപ്പറ്റി ഇരുന്ന് ആലോചിക്കുകയാണ്. ഇപ്പൊ അവരെ പറഞ്ഞു വിടണം വിടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ച് രാത്രിയാവുകയാണ് കേട്ടോ. അപ്പൊ പെട്ടെന്ന് തന്നെ മണ്ണിന്റെ അടിയിൽ നിന്ന് എന്തോ പൊങ്ങി വരുവാണ്. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, അത് ഹീറോന്റെ അങ്കിളാണ്. നമുക്ക് അങ്കിൾ താറാവെന്ന് തന്നെ പറയാം. അപ്പൊ ഈ അങ്കിൾ ആണെങ്കിൽ പറയുന്നുണ്ട്, അവരൊരിക്കലും പുറത്തോട്ടൊന്നും വിടല്ലേ, ഇവിടെ തന്നെ എന്തൊരു ഹാപ്പിയാണ്, ഇവിടെ എന്തുമാത്രം ഫുഡ് കിട്ടുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നില്ലേ, നിനക്ക് നല്ല ഹാപ്പി അല്ലേ. പക്ഷേ നീ അവസാനം ഒറ്റയ്ക്കായി പോകും, ഭാര്യയും മക്കളും നിന്നെ കളഞ്ഞിട്ട് പോകും. അവരുടെ ആഗ്രഹത്തിന് നിൽക്കാതിരുന്ന എന്തായാലും അവരൊരിക്കലും കളഞ്ഞിട്ട് പോകുമെന്ന് ഈ അങ്കിള് ഹീറോന്റെ അടുത്ത് പറയാണ് കേട്ടോ. അപ്പൊ ഹീറോയ്ക്ക് ഇത് കേട്ട സമയത്ത് വിഷമാവുന്നുണ്ട്, അതുപോലെ ഇവർ കളഞ്ഞിട്ട് പോകുമോ എന്നുള്ളൊരു പേടിയും വരുന്നുണ്ട്. എന്തായാലും അങ്കിളിനെ തള്ളി നദിയിൽ കൂടെ വേറെ അങ്ങോട്ടോ കൊണ്ടുപോകണം. അങ്കിളാണ് പറഞ്ഞത് നദിയിലോട്ട് തള്ളി ദൂരോട്ട് കൊണ്ടുപോകാൻ. അങ്കിളിന്റെ കൂട് ദൂരം എവിടെയും കണ്ടാണ് കേട്ടോ, അങ്ങോട്ട് കൊണ്ടുപോകാൻ പറയുകയാണ്. എന്തായാലും ഹീറോയ്ക്ക് പേടിയായല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കൂട്ടിലോട്ട് ഓടി വരുവാണ്. ഉറങ്ങിക്കിടന്ന ഭാര്യയും മക്കളെയും വിളിച്ചുണർത്താണ്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് മക്കളുടെ വായിൽ 2 സ്ട്രോബെറിയും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് നമ്മളൊരു ട്രിപ്പിന് പോകാൻ പോകണം, എല്ലാവരും പെട്ടെന്ന് റെഡി ആയിക്കുമെന്ന്. പക്ഷേ എല്ലാവരും പാതി ഉറക്കത്തിൽ നിൽക്കുകയാണ്, ഇവർക്ക് പറയുന്നതൊക്കെ മനസ്സിലാവുമോ. എന്തായാലും പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അങ്കിള് വരികയാണ് കേട്ടോ, അങ്കിൾ താറാവ്. അപ്പൊ അങ്കിൾ താറാവാണെങ്കിൽ വിചാരിക്കുകയാണ് പോണോ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്കിളിന് പോകാൻ താല്പര്യമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ ഈ മോളുണ്ടല്ലോ, മോള് താറാവ്, ഈ മോള് താറാവ് വന്നിട്ട് പറയുകയാണ്, അങ്കിളെ ഒന്ന് വന്നൂടെ, എന്റെ കൂടെ ഒന്ന് വന്നൂടെ, നമ്മുടെ കൂടെ ഒന്ന് വന്നൂടെ പ്ലീസ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആ മോളാണെങ്കിൽ ശ്വാസം വിട്ടിട്ട് തല ഇറങ്ങി തറയിൽ വീഴുകയാണ്. അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സീനാണ് കേട്ടോ. അപ്പൊ നമുക്ക് അത്രയും ക്യൂട്ട് തോന്നിയെങ്കിൽ ആ അങ്കിൾ താറാവിനും അത്ര ക്യൂട്ട് തോന്നി. അപ്പൊ എന്താ പറയാ, അങ്കിൾ സമ്മതിക്കുകയാണ് കേട്ടോ അങ്കിൾ കൂടെ പോവാന്ന്. എന്നാൽ നമ്മുടെ ഹീറോയിനും അതായത് ഭാര്യ താറാവിനാണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ പ്രൈവസീനെ അത് അഫക്ട് ചെയ്യൂല്ലേ. അങ്കിൾ ഇച്ചിരി വയസ്സായിട്ടുള്ള ആളല്ലേ. അപ്പൊ ഈ ചെറുപ്പക്കാരുടെ ഒരു ഇതിനനുസരിച്ച് ഈ അങ്കിൾ എന്തായാലും പോകത്തില്ല, അത് ചെയ്യില്ല ഇത് ചെയ്യില്ല എന്നൊക്കെ പറയും. അതുകൊണ്ട് ഹീറോയ്ക്കും എന്തോ പോലെ ആവുന്നുണ്ട് കേട്ടോ. ഇതിനുശേഷം അവർ കുളത്തിലിറങ്ങാണ്. രാവിലെ ആയി തുടങ്ങി കേട്ടോ. അങ്ങനെ അവർ പറക്കാനുള്ള തയ്യാറെടുപ്പ് എടുക്കുകയാണ്. അതായത് അവരുടെ ഒരു പ്രത്യേക പറച്ചിലുണ്ട്, അതായത് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന കണക്കാണ് അവർ പറക്കുന്നത്. അങ്ങനെ പോണ്ടിൽ കൂടെ നീന്തി, അതായത് കുളത്തിൽ കൂടെ നീന്തിയിട്ട് പെട്ടെന്ന് തന്നെ ആകാശത്തോട്ട് പറന്ന് ഉയരാണ് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി സീനാണ് ഇതൊക്കെ. ഈ പറന്ന് പോകുന്നതൊക്കെ കാണാൻ അടിപൊളിയാണ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ കുറെ പക്ഷികളാണെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവുകയാണ്. അപ്പൊ ഇവർക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അവര് മഴയത്ത് കുടുങ്ങിപ്പോയി കേട്ടോ. അങ്ങനെ എല്ലാരും കൂടെ ആണെങ്കിൽ ഒരു മരത്തിന്റെ കീഴിൽ വന്നിരിക്കുകയാണ്. ഒരു ഒടിഞ്ഞു പോയ മരത്തിന്റെ കീഴിൽ ഇരിക്കുകയാണ്, മഴ നനയാതെ. അവരുടെ ട്രിപ്പ് കോളമായി കേട്ടോ. എന്തായാലും അവരവിടെ നിൽക്കുന്ന നേരത്ത് ഒരു കൊക്ക് തറയിൽ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അതായത് അവിടെ വന്ന് നിൽക്കുകയാണ്. എന്നിട്ട് ഈ കൊക്ക് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, എന്റെ വീടടുത്താണ്, നിങ്ങൾ വരുന്നുണ്ടോ, നിങ്ങൾക്ക് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാന്ന്. എന്നാൽ ഈ ഹീറോയ്ക്കും ഹീറോയിനും പേടിയാണ്. ഇവരുടെ മുത്തശ്ശികളൊക്കെ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ രാക്ഷസരാണ് കൊക്കെന്ന്, അവർ ഈ താറാവിനെ തിന്നുമെന്ന്. എനിക്കറിയില്ല അവരങ്ങനെ പറയുന്നത്. എന്തായാലും അവര് പേടിച്ചിട്ടാണ് ഈ കൊക്കിന്റെ കൂടെ പോകുന്നത് കേട്ടോ. ഈ കൊക്ക് നല്ല വലിപ്പമുള്ള ജീവിയാണ്. അപ്പൊ ഈ താറാവ് നല്ല പേടിച്ചിട്ടാണ് കൂടെ പോകുന്നത്. അങ്ങനെ നേരെ കൊണ്ട് ചെല്ലുന്നത് കൊക്കിന്റെ വീട്ടിലാണ് കേട്ടോ. ഈ കൊക്കൊരു മുത്തശ്ശിയാണ്. എന്നാൽ ഒരു മുത്തശ്ശനും ഉണ്ട്, ഒരു കൊക്കു മുത്തശ്ശനും അവരുടെ വീട്ടിലുണ്ട്. മുത്തശ്ശനാണെങ്കിൽ എണീറ്റ് നടക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ, അവശതയില്ല, വയ്യ. എന്തായാലും മുത്തശ്ശിയാണെങ്കിൽ അവർക്ക് കിടക്കാനായിട്ട് ഒരു പാത്രം കൊടുക്കുകയാണ്, ഒരു ഫ്രൈ പാൻ ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് കണ്ട നേരത്ത് അവര് പേടിച്ചിട്ട് എല്ലാരും കൂടെ അതിനകത്ത് കയറി ഇരിക്കുകയാണ്. അങ്ങനെ എല്ലാരും കൂടെ രാത്രി കിടന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പം അച്ഛന് മാത്രം ഉറക്കം വന്നില്ല. എങ്ങനെ ഉറങ്ങും, ഇവരെങ്ങാനും പിടിച്ച് തിന്നാൻ എന്തിരിയും. അതുകൊണ്ട് തന്നെ ഉറങ്ങാതെ രാത്രി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ബാക്കിയുള്ള ആൾക്കാർ ഉറങ്ങിയ സമയത്ത് ഇവരെല്ലാരെയും വിളിച്ചുണർത്താണ്. എന്നിട്ട് പറയാണ്, ബാ നമുക്ക് പോവാം, ഇനി അവർ നമ്മളെ തിന്നാലോ എന്ന്. അങ്ങനെ എല്ലാരെയും വിളിച്ചുണർത്തി പോവാൻ നിൽക്കുന്ന സമയമാണെങ്കിൽ മറ്റേ മുത്തശ്ശി കൊക്കാണെങ്കിൽ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം കൊക്ക് ഇങ്ങനെ നിൽക്കില്ലേ. പെട്ടെന്ന് തന്നെ ഈ മുത്തശ്ശി കൊക്കുണ്ടല്ലോ ഇവരാണെങ്കിൽ ഉപദ്രവിക്കാൻ തുടങ്ങുകയാണ്. അച്ഛനും അമ്മയും പിടിച്ച് വലിക്കുക, മക്കളെ തിന്നാൻ വരിക. മക്കളാണെങ്കിൽ ഓടി രക്ഷപ്പെടാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ഹീറോയിനെ ആണെങ്കിൽ മുത്തശ്ശൻ കൊക്ക് കഴുത്തിന് കുത്തിപ്പിടിച്ചു കേട്ടോ. എന്നാൽ മറ്റേ മക്കളാണെങ്കിൽ ഡോറിന്റെ അവിടെ പോയി സ്റ്റക്കായി നിൽക്കുകയാണ്. ഇതേ നേരം തന്നെ ഒരു മീനുണ്ടല്ലോ, വലിയൊരു മത്സ്യം വന്നിട്ട് മക്കളെ രണ്ടുപേരെയും അകത്താക്കുകയാണ്, കഴിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ മീനിന്റെ വായിന്ന് ഈ മുത്തശ്ശിക്കൊക്ക് അവരെ രക്ഷിക്കുകയാണ് കേട്ടോ. അതായത് ഈ മുത്തശ്ശിക്കൊക്ക് വെറും പാവമാണ്. ഇവര് വിചാരിച്ച കണക്ക് ഇവര് താറാവിനെ ഒന്നും തിന്നത്തില്ല, ഇവർ ഈ മീനിന്റെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്ന് നിന്നത്. പക്ഷെ ഇവര് പേടിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടുകൊണ്ടാണ് ഈ മുത്തശ്ശൻ കൊക്കും മുത്തശ്ശി കൊക്കും ഇവരെ പിടിച്ചു നിർത്തിയത്. അപ്പൊ ഇവർക്കത് മനസ്സിലാവാത്തോണ്ട് തന്നെ അവരവിടെ കുറച്ച് ബഹളം വെച്ച്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. എന്തായാലും എല്ലാവരും കൂടെ സ്വസ്ഥമായിട്ട് ഒരു കട്ടിലിൽ തന്നെ കയറി കിടന്നുറങ്ങാണ്. അതായത് മുത്തശ്ശി കൊക്കുണ്ട്, മുത്തശ്ശൻ കൊക്കുണ്ട്, പിന്നെ നമ്മുടെ ഫാമിലി ഉണ്ട്. അങ്കിളിനെ കാണാനില്ല, അങ്കിൾ അവിടെ പോയെന്തോ. ഇതിനുശേഷം പിറ്റേന്നാവാണ് കേട്ടോ. പിറ്റേന്ന് മുത്തശ്ശി കൊക്കിന്റെ അടുത്തും മുത്തശ്ശൻ കൊക്കിന്റെ അടുത്തും എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി പോയില്ലേ പറ്റൂ, ഇനി കുറെ ദൂരം പോകാണ്ട്. അവർ ട്രിപ്പിന് പോവാണ്. അങ്ങനെ പതിയെ പറന്നുയരുകയാണ് കേട്ടോ. നേരെ മേഘത്തിന്റെ മണ്ടയിലാണ് വരുന്നത്. അതൊക്കെ അടിപൊളി സീനാണ്. ഈ ആനിമേഷൻ മൂവി എന്ന് പറഞ്ഞാലും ഈ സീൻസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എന്തായാലും അതിന്റെ ഇടയിൽ നന്നായിട്ട് കളിച്ച് മറിയാണ് അച്ഛനും മക്കളും എല്ലാവരും കൂടെ. ഇതേ നേരം തന്നെ അങ്കിൾ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അങ്കിളും അവരുടെ കൂടെ ജോയിൻ ആയിട്ടുണ്ട്. എവിടെ നിന്ന് വന്നോ എന്തോ, എവിടെ നിന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. എന്തായാലും അവരങ്ങനെ പറന്ന് നടക്കുന്ന സമയത്ത്
മേഘമൊക്കെ അങ്ങ് ഇരുളാണ് കേട്ടോ. തൊട്ട് ഫ്രണ്ടിൽ എന്തെങ്കിലും ചുമന്ന ലൈറ്റ് മിന്നാണ്. അങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്താണ് അത് വെറും ഒരു ടവറാണ്. നമ്മുടെ ഈ മൊബൈൽ ഫോണിന്റെ ഒക്കെ റേഞ്ച് പിടിക്കുന്ന ടവറില്ലേ, ആ ടവറാണ്. എന്തായാലും അവർ നേരെ പറഞ്ഞ് ഒരു സിറ്റിയിലോട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ട്രക്ക്, ബസ്, സിറ്റി, വലിയ കെട്ടിടങ്ങളൊക്കെയാണ് ഉള്ളത്. ഇതൊക്കെ കണ്ടപ്പം ഇവർ ആദ്യമായിട്ടല്ലേ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കാണെങ്കിൽ പറക്കാനൊന്നും പറ്റുന്നില്ല. എങ്ങനെ പറക്കണമെന്നൊന്നും അറിയത്തില്ല. നല്ല തിരക്കുള്ള സിറ്റിയാണ്. അങ്ങനെ അവിടുത്തെ കമ്പിയിലൊക്കെ ചെന്ന് തട്ടിയിട്ട് എങ്ങനെയൊക്കെ കാറിന്റെ ഇടയിലേക്ക് കൂടെയൊക്കെ പോയിട്ട് ലാസ്റ്റ് ആണെങ്കിൽ ഒരു ഇടവഴിയിൽ ചെന്ന് ഇടിച്ച് വീഴുകയാണ് കേട്ടോ. മക്കളും അച്ഛനും അമ്മയും കൂടെ. അങ്കിളിനെ കാണുന്നില്ല, എവിടെ പോയെന്തോ. അങ്കിളിനെ ഇടയ്ക്കിടയ്ക്ക് കാണാതെ പോവുകയാണ്. എന്തായാലും അച്ഛൻ നല്ല ടെൻഷൻ ആവുന്നുണ്ട്. അമ്മയെ കാണുന്നില്ല, അതായത് ഹീറോയിനെ കാണുന്നില്ല. ഞാൻ ഈ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത് ഹീറോയിനാണ് കേട്ടോ, ഈ അച്ഛനും അമ്മയും. എന്തായാലും ഹീറോ ആണെങ്കിൽ തപ്പുവാണ് ഹീറോയിനെ. ഹീറോയിൻ തൊട്ട് മണ്ടലത്തെ ബിൽഡിങ്ങിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് വിളിച്ചു പറയാണ്, ഇങ്ങോട്ട് വാ, ഇവിടെ അടിപൊളിയാണ് കാണാൻ, ഇങ്ങോട്ട് കയറി വരാൻ. അങ്ങനെ എല്ലാവരും കൂടെ മണ്ടയിലോട്ട് കയറി വരികയാണ് കേട്ടോ. ഇപ്പോഴാണ് അവർ ആലോചിക്കുന്നത്, കാരണം അങ്കിളിനെ കാണാനില്ല, അങ്കിൾ എങ്ങോട്ട് പോയെന്ന്. അപ്പോൾ അങ്കിളിനെ കാണിക്കുകയാണ് കേട്ടോ. അങ്കിളാണെങ്കിൽ വന്ന വഴിക്ക് ഒരു കമ്പിയിൽ പറ്റിയിരിക്കുകയാണ്. അവിടെ ആ കമ്പിയുടെ ഇടയ്ക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് നുഴഞ്ഞ് താഴെ ചെന്ന് വീഴാണ് കേട്ടോ. നമ്മൾ വിചാരിക്കും അങ്കിളുടെ കാര്യത്തിൽ ഇപ്പോൾ തീരുമാനമാവുന്നു. അങ്കിളാണെങ്കിൽ ഒരു തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞിട്ട് അവരുടെ മണ്ടയിൽ കൂടെ തന്നെ പറന്നുവാണ്. അതായത് ഹീറോയിന്റെ മക്കളുടെ മണ്ടയിൽ കൂടെ തന്നെ പറന്ന് വേറെ ഏതൊരു കാട്ടിൽ പോയി വീഴുകയാണ് കേട്ടോ. ഇത് കണ്ട ഹീറോ പറയുന്നുണ്ട്, അങ്കിളിന്റെ കാര്യത്തിൽ തീരുമാനമായി, നല്ലൊരു മനുഷ്യനായിരുന്നു ജീവിച്ച കാലത്തെന്നൊക്കെ പറയാണ്. ഇത് കേട്ട ഹീറോയിന് ദേഷ്യം വന്നിട്ട് തലക്കിട്ടൊരു കൊട്ടു കൊടുക്കുകയാണ്. അങ്കിള് മരിച്ചോ ഇല്ലേന്ന് അറിയത്തില്ല, എന്നാലും പറയാണ് നല്ലൊരു മനുഷ്യനാണ്. നമ്മൾ മരിക്കുന്ന ആൾക്കാരല്ലേ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഹീറോയിൻ അവന്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുത്തത്. എന്തായാലും അങ്കിളിനെ കാണിക്കുകയാണ് കേട്ടോ. അങ്കിളാണെങ്കിൽ ഏതൊരു ഫ്ലാഗിൽ കെട്ടി തൂങ്ങിയിട്ട് മരത്തിൽ കിടക്കാണ്. പെട്ടെന്ന് തന്നെ താഴെ വന്ന് വീഴാണ്. അപ്പോൾ താഴെ നോക്കുകയാണെങ്കിൽ ഒരു സാൻഡ്വിച്ചിന്റെ കഷണം കിടപ്പുണ്ട്. അത് അങ്കിൾ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എടുക്കുന്ന സമയത്ത് വേറെ കുറെ പറവകൾ ഇങ്ങനെ വരികയാണ്. ആദ്യം കുറച്ച് പറവയുള്ളായിരുന്നു. പിന്നെ ഈ പറവയെ തട്ടിമാറ്റുന്ന സമയത്ത് വേറെ കുറെ പറവകൾ വന്നിട്ട് ഈ അങ്കിളിനെ ആക്രമിക്കുകയാണ്. വേറൊന്നിനുമല്ല, കയ്യിലിരിക്കുന്ന സാൻഡ്വിച്ചിന് വേണ്ടിയാണ് കേട്ടോ. ഇതേ നേരം തന്നെ നമ്മുടെ ഹീറോയും കൂട്ടരും അങ്ങോട്ട് വരുന്നുണ്ട്, അങ്കിളിനെ കാണാത്തോണ്ട്. അവർ വന്ന് നോക്കുന്ന സമയത്ത് അങ്കിളിന്റെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അങ്കിള് പാലത്തിന്റെ അടിയിലാണ്. അങ്ങനെ ചെന്ന് നോക്കുന്ന സമയത്താണ് അവർ കാണുന്നത് അങ്കിളിനെ ആണെങ്കിൽ പറവകൾ പിടിച്ചു വെച്ചേക്കാണ് കേട്ടോ, ആ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട്. ഇവിടെ വെച്ച് ഹീറോയും കൂട്ടരും ഈ പറവകളുമായിട്ട് അടിയുണ്ടാവുകയാണ്. പറവകളെയൊക്കെ തട്ടി മാറ്റുകയാണ്. ഇതിന്റെ ഇടയിൽ തന്നെ ഹീറോ പറയുന്നുണ്ട്, വൃത്തികെട്ട ജീവികളായി പറവകളെന്ന്. ഇത് കേട്ട സമയത്ത് എന്തോ ഒരു അലർച്ച കേൾക്കാണ് ഈ ഹീറോ ഇത് പറഞ്ഞ സമയത്ത്. അപ്പൊ നോക്കുകയാണെങ്കിൽ ഈ പറവകൾക്കൊരു ലീഡർ ഉണ്ട് കേട്ടോ. ആ ലീഡർ വരുവാണ്. എന്നിട്ട് ലീഡർ ചോദിക്കുകയാണ്, നീ എന്താടാ പറഞ്ഞേ, നമ്മൾ വൃത്തികെട്ട ജീവികളോ? നമ്മുടെ സിറ്റിയാണ് ഇത്, ഞങ്ങളാണ് ഇത്രയും കാലം ഇവിടെ ജീവിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങളെ സിറ്റിയിൽ വന്നിട്ട് നീ ഞങ്ങളുടെ ഫുഡ് എടുത്തിട്ട് ഞങ്ങളെ അപമാനിക്കുന്നു, നിനക്ക് എന്തുമാത്രം ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊങ്ങയ്ക്ക് കുത്തിപ്പിടിച്ച് അവിടെ നിർത്തുകയാണ് കേട്ടോ. ഇതേ നേരം ഹീറോയിൻ അങ്ങോട്ട് വരികയാണ്. ഹീറോയിൻ വന്നിട്ട് സോൾവ് ചെയ്യാണ്. നിങ്ങൾ പേടിക്കേണ്ട, ആ മനുഷ്യൻ അറിയാതെ പറഞ്ഞതാണ്, പുള്ളിക്കാരന് അത്രയ്ക്കുള്ള ബോധമൊന്നുമില്ല, വെറുതെ വിട്ടൂടെ. ഇതും പറഞ്ഞിട്ട് സാൻഡ്വിച്ച് ആദ്യം 50-50 പറയും, അതായത് പകുതി പകുതി. അപ്പം ലീഡർ അത് സമ്മതിക്കില്ല കേട്ടോ. ഇവരാണെങ്കിൽ കുറെ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ 60-20 റൂൾ ഇറക്കുകയാണ്. അതും നടക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് 80-20 ആക്കുകയാണ്. അതായത് കാലും ബാക്കി മുക്കാല് ഈ പറവകൾക്കും. അത് കറക്റ്റായിട്ടുള്ളൊരു ഇതാണ്, കാരണം പറവകൾ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. എന്തായാലും അങ്കിളിന് 20% ബാക്കി പറവകൾക്ക് 80% കൊടുക്കുകയാണ്. ഇവിടെ വെച്ച് തന്നെ ഈ പറവകളും പിന്നെ ഈ ഹീറോയും കൂട്ടരുമായിട്ട് കമ്പനി ആവുന്നുണ്ട് കേട്ടോ. കാരണം ഹീറോയിൻ വന്നിട്ട് പ്രശ്നമെല്ലാം സോൾവ് ആക്കില്ലേ, അവർക്ക് ആ സാൻഡ്വിച്ചും കൊടുത്തില്ലേ. ഇതേ നേരം പറവയുടെ ലീഡർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ചെയ്തു തരാം. അതായത് ഈ പറവയുടെ ലീഡർ ഇവരുമായിട്ട് ഇഷ്ടത്തിലായി കേട്ടോ. മീൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടവരെ. ഇവരാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആ സാൻഡ്വിച്ച് കൊടുത്തില്ലേ, അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാന്ന് പറയുകയാണ്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നമുക്ക് ജമൈക്ക എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടുള്ള വഴി നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾക്ക് അറിയത്തില്ല, നമ്മൾ വഴി തെറ്റിപ്പോയി, അതൊന്ന് കാണിച്ചു തന്നാൽ മതി. എന്നാൽ ഈ ലീഡറിന് അറിയത്തില്ല കേട്ടോ ജമൈക്ക എവിടെയാണ്. പക്ഷേ ഈ ലീഡറിന് ഒരാളെ അറിയാം, ജമൈക്കയിലുള്ള ആളെ അറിയാം. അയാളെ പോയി കാണുവാണെങ്കിൽ അയാൾ വഴി പറഞ്ഞു കൊടുക്കില്ലേ. അതുകൊണ്ട് തന്നെ അയാളെ പോയി കാണാമെന്ന് തീരുമാനിക്കുകയാണ് ഇവരെല്ലാവരും കൂടെ. അങ്ങനെ ഈ ലീഡർ ആണെങ്കിൽ ഹീറോയും കൂട്ടരെയും വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് വേണം അവർക്ക് പോകാൻ. എന്നാൽ ഈ ലീഡർ ആണെങ്കിൽ വലിയ കാര്യത്തിൽ ആദ്യം ചെന്ന് റോഡ് ക്രോസ് ചെയ്യും. ഒരു ബസ് ആണെങ്കിൽ ആദ്യം ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോകും കേട്ടോ. അങ്ങനെ രണ്ടാമത് ക്രോസ് ചെയ്യും, വീണ്ടും വണ്ടി തട്ടും. മൂന്നാമത് ക്രോസ് ചെയ്യും, വീണ്ടും വണ്ടി തട്ടാൻ പോകും, എന്നാൽ തട്ടൂല. പെട്ടെന്ന് തന്നെ ഒരു സൈക്കിൾ ആണെങ്കിൽ ഈ ലീഡറിനെ വീണ്ടും വന്ന് തട്ടുകയാണ് കേട്ടോ. എന്തായാലും ഇത് കണ്ട നേരത്തെ ഹീറോയ്ക്കും കൂട്ടർക്കും ചെറുതായിട്ട് പേടിയാവുന്നുണ്ട്. എന്തായാലും ഇവർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവരാണെങ്കിൽ അവിടെ നിന്ന് പറന്ന് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് വേറൊരു സ്ഥലത്ത് വരികയാണ്, ഒരു ബിൽഡിങ്ങിന്റെ തൊട്ട് മണ്ടയിൽ. അപ്പം അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട് കേട്ടോ. അതായത് കടുവയുടെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച ഒരു ഹെലികോപ്റ്റർ. അപ്പൊ ഈ ഹെലികോപ്റ്റർ കാണുന്ന സമയത്ത് ഹീറോ പേടിക്കുന്നുണ്ട്, എന്തോ മൃഗമാണെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ ഈ ലീഡർ പറഞ്ഞു കൊടുക്കുകയാണ്, അത് മൃഗമൊന്നുമല്ല, അത് മനുഷ്യർ ഉപയോഗിക്കുന്ന ഒരു ഹെലികോപ്റ്ററാണ്. ഇവിടെ ഒരു ഷെഫ് ഉണ്ട്, ആ ഷെഫിന്റെ ഹെലികോപ്റ്ററാണ്. ആ ഷെഫ് ഫേമസ് ആയിട്ട് അറിയപ്പെടുന്നത് തന്നെ താറാവ് കറി വെക്കുന്നതിലാണ്. മീൻസ് ഒന്ന് സൂക്ഷിച്ചു വെച്ചോണം, ഈ താറാവിനെയൊക്കെ പിടിച്ച് കറി വെച്ചാലോ. എന്തായാലും അവരെല്ലാരും കൂടെ ആ വെന്റിലേഷന്റെ അകത്തൂടെ കയറുകയാണ് കേട്ടോ. ഇതേ നേരം അവർ പറന്നു വരുന്ന സമയത്ത് അവരാണെങ്കിൽ ഒരു ബലൂൺ എടുത്തായിരുന്നു കേട്ടോ. അതായത് പറന്നു വരുന്ന ഒരു ബലൂൺ അവർ കടിച്ച് പിടിച്ചായിരുന്നു. എന്നിട്ട് ആ മോൾക്ക് കൊടുത്തായിരുന്നു, കുട്ടി മോൾക്ക്. അപ്പം അവളാണെങ്കിൽ ആ ബലൂൺ ഇല്ലാതെ വെന്റിലേഷന്റെ താഴെ കൂടെ ഇറങ്ങി വരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ബലൂണും കൊണ്ടാണ് വെന്റിലേഷനിലോട്ട് ഇറങ്ങി വരുന്നത് കേട്ടോ. ഇതിനുശേഷം അവരെല്ലാരും കൂടെ ഒരു റൂമിൽ വരാണ്. ആ റൂമിലാണ് ഒരു തത്തയുള്ളത്. ആ തത്തേനെയാണ്
തത്തയാണെങ്കിൽ കുറെ വർഷങ്ങളായിട്ട് ആ കൂട്ടിൽ അടച്ചിട്ടേക്കാണ് കേട്ടോ. അതായത് ആ ഷെഫാണ് ഈ തത്തേനെ പിടിച്ച് കൂട്ടിൽ അടച്ചിട്ടേക്കുന്നത്. ഈ തത്തയാണ് ജമൈക്ക എന്ന് പറയുന്ന ഐലൻഡിൽ ഉള്ളത് കേട്ടോ. അപ്പൊ ഈ തത്തയെടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ തത്തയാണെങ്കിൽ ആ സ്ഥലത്തോട്ടുള്ള വഴി പറഞ്ഞു കൊടുക്കുമല്ലോ, അത് പ്രതീക്ഷിച്ചാണ് വന്നേക്കുന്നത്. എന്നാൽ ഈ തത്തയെ കണ്ടപ്പം അവർക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട് കേട്ടോ. അതായത് ഈ തത്ത ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നത്. തത്തയ്ക്ക് കൂട്ടിൽ കിടക്കാൻ ഇഷ്ടമല്ല. ഈ തത്തയുടെ അനുവാദം ഇല്ലാതെയാണ് തത്തേനെ പിടിച്ച് കൂട്ടിലിട്ടേക്കുന്നത്. തത്ത ആകെ വിഷമിച്ചിട്ട് കരയാണ്. എന്നാൽ ഈ തത്തേനെ തുറന്നു വിടാൻ പറ്റും, പക്ഷെ ഒരു ചാവി വേണം കേട്ടോ ഈ തത്തേനെ തുറന്നു വിടാൻ. ആ ചാവിയാണെങ്കിൽ ഒരു ഷെഫിന്റെ കയ്യിൽ, അതായത് ഇവര് പറഞ്ഞ ആ ഷെഫിന്റെ കോട്ടിലാണ് എപ്പോഴും കാണുക. അതെങ്ങനെയെങ്കിലും എടുത്തോണ്ട് വന്നാൽ മതി. അപ്പൊ ഈ മോൻ പറയുന്നുണ്ട് ഞാൻ പോയി എടുത്തിട്ട് വരാം, അച്ഛൻ ഇവിടെ നിന്നോളാൻ. എന്നാൽ അച്ഛൻ സമ്മതിക്കുമോ? അച്ഛനാണ് താക്കോൽ എടുക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ അച്ഛനാണെങ്കിൽ പതിയെ എങ്ങനെയൊക്കെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരുവാണ്. അപ്പൊ നോക്കുവാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ ഡോറ് തുറന്നു വെച്ചേക്കാണ്. എങ്ങനെയൊക്കെ ആ ഡോറിന്റെ അകത്തൂടെ അകത്ത് കയറാണ്. അപ്പൊ നോക്കുവാണെങ്കിൽ ആ ഷെഫ് അവിടെ ഉണ്ട് കേട്ടോ. ഒരു വലിയ ഷെഫാണ്. ആ ഷെഫ് പറയുന്ന അനുസരിച്ചാണ് അവിടെ കുക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ വേറെ കുറെ കുക്സ് ഉണ്ട് കേട്ടോ. അവരാണെങ്കിൽ ഈ ഭക്ഷണം ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നിർത്തിയൊക്കെയാണ്. അപ്പം ഒരു ഭക്ഷണം എടുത്തിട്ട് ഈ ഷെഫ് കഴിക്കുകയാണ്. എന്നാൽ ഈ ഷെഫിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ഒറ്റത്തട്ടാണ് ആ പ്ലേറ്റ്. എന്നിട്ട് ഈ കോട്ട് ഊരിയിട്ട് ആ കുക്കിന്റെ തന്നെ കൊടുക്കുകയാണ് അവിടെ ഊരിയിടാനായിട്ട്. ആ കോട്ടിലാണ് ആ താക്കോലുള്ളത്. അപ്പം നമ്മുടെ ഹീറോയ്ക്ക് അത് എളുപ്പമായല്ലോ, ആ കോട്ടിൽ നിന്ന് എടുത്താൽ പോരെ. അങ്ങനെ ഹീറോ ആണെങ്കിൽ പതിയെ എങ്ങനെയൊക്കെ സ്ലാവിന്റെ മണ്ടയിൽ വലിഞ്ഞു കയറുകയാണ്. എന്നിട്ട് പതിയെ അതിന്റെ അടുത്തോട്ട് പോവാണ്. അപ്പൊ കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അതായത് സിങ്കിനകത്ത് ചെന്ന് വീഴുക, പാത്രം കഴുകുന്ന സിങ്കിനകത്ത് ചെന്ന് വീഴുക, ഇല്ലെങ്കിൽ ഫ്രൂട്ട്സിന്റെ ഇടയിൽ ചെന്ന് വീഴുക, അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെ അതിന്റെ അടുത്തെത്തുന്ന സമയത്ത് ഹീറോയിന്റെ ദേഹത്ത് ഒരു പംകിന്റെ കവർ ഉണ്ട് കേട്ടോ. അത് ഇട്ടുകൊണ്ടാണ് അതിന്റെ അടുത്ത് ചെല്ലുന്നത്. ഇതേ നേരം തന്നെ ഒരു പൈനാപ്പിളിന്റെ കവറിൽ നിന്ന് വേറൊരാൾ പൊങ്ങി വരികയാണ്. അത് വേറെ ആരുമല്ല, അത് ഹീറോയിനാണ് കേട്ടോ. എന്തായാലും ഇവർ രണ്ടുപേരും അത് ട്രൈ ചെയ്തിട്ട് പതിയെ ആ താക്കോൽ എടുക്കുകയാണ് കേട്ടോ. ഇതേ നേരം തന്നെ ആ ഷെഫ് സൈഡിൽ കുക്ക് ചെയ്യുന്നുണ്ട്. എന്തോ ഒരു ചിക്കനം കണ്ട് അറക്കാൻ പോവാണ്. ഇത് കണ്ട നേരത്ത് നമ്മുടെ ഹീറോ പേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഹീറോയിന്റെ വാലിയിൽ നിന്ന് വിടുകയാണ്. കാരണം ആ താക്കോൽ എടുക്കാൻ ഒരാളെ സഹായിക്കണമല്ലോ. ഹീറോയിനെ സഹായിക്കുമായിരുന്നു ഇത്രയും നേരം വാലിനകത്ത് പിടിച്ചിട്ട്, അവള് വീഴാതെ. അപ്പൊ ഇവൻ വിട്ടുടനെ തന്നെ അവിടെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടായിരുന്നു. ആ ഫയർ എക്സ്റ്റിംഗ്വിഷറിൽ ചവിട്ടിയിട്ട് അവിടെ എല്ലാം ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ കിടന്ന് ഇങ്ങനെ അടിക്കുകയാണ്. അതിന്റെ ആ പത അടിക്കുകയാണ്. അപ്പം ഇവർ വേവിച്ച് വെച്ചിരുന്ന ആ ഫുഡിനകത്തൊക്കെ ചെന്ന് വീഴുന്നുണ്ട് കേട്ടോ. ഇതൂടെ കണ്ടപ്പം ആ ഷെഫിന് ഒരുപാട് ദേഷ്യം വരികയാണ്. ഇവരെ കൊല്ലാനായിട്ട് വരികയാണ്. അപ്പൊ ഇവരെങ്ങനെയൊക്കെയോ ആ ചാവി എടുത്തിട്ട് അവിടെ നിന്ന് ഓടി പുറത്തിറങ്ങുകയാണ്. അപ്പൊ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെ ഈ ഡാൻസ് കളിക്കുകയാണ് കുറെ ആൾക്കാർ. എങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഈ ആൾക്കാരെല്ലാരും ഒരേ സ്റ്റെപ്പിലാണ് കേട്ടോ ഡാൻസ് കളിക്കുന്നത്. ഇത് ഈ താറാക്കൂട്ടങ്ങൾക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഹീറോയിനും ആണെങ്കിൽ അതേ സ്റ്റെപ്പിൽ തന്നെ ഒരു ചവിട്ട് പോലും കൊള്ളാതെ എങ്ങനെയൊക്കെ ഡാൻസ് കളിച്ച് ആ സ്റ്റെപ്പിന്റെ പുറത്ത് വരികയാണ്. ഇതേ നേരം തന്നെ മറ്റേ വില്ലൻ ആണെങ്കിൽ, അതായത് ഷെഫ് ആണെങ്കിലും അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവരെ പിടിക്കാനായിട്ട് വരികയാണ്. അപ്പൊ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് അവരുടെ ഇടയിൽ കൂടെ പതിയല്ലേ വരാൻ പറ്റൂ. അങ്ങനെ പതിയെ വരുന്ന നേരത്ത് നമ്മുടെ ഹീറോയിനും ആണെങ്കിൽ ആ റൂമിൽ വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചാവി എടുത്തിട്ട് മറ്റേ തത്തയുടെ കൂട് തുറക്കാൻ നോക്കുകയാണ്. എന്നാൽ തത്തയുടെ കൂട് തുറക്കാൻ പറ്റുന്നില്ല. ഇവർ ചാവി ഇടുന്നത് കറക്റ്റ് ആവുന്നില്ല. അപ്പൊ പെട്ടെന്ന് തന്നെ ബാക്കിൽ നിന്ന് അങ്കിളാണെങ്കിൽ നമ്മുടെ ഹീറോന്റെ ബാക്കിലിട്ട് ഒറ്റ അടിയാണ് കേട്ടോ. ആ അടിയിൽ ആ താക്കോല് നമ്മുടെ ഹീറോ വിഴുങ്ങുകയാണ്. ആ കാര്യം കട്ടപ്പുകയായി. ഇതേ നേരം മറ്റേ വില്ലനാണെങ്കിൽ താഴെ നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഹീറോയിനും മക്കളും കൂടെ ഈ ഹീറോന്റെ ദേഹത്ത് കയറിയെന്ന് ചാടുകയാണ് കേട്ടോ. നെഞ്ചത്ത് കയറിയെന്ന് ചാടുകയാണ് താക്കോല് പുറത്തു വരാനായിട്ട്. ഒരു വഴിയില്ല, ആ താക്കോല് പുറത്തു വരുന്നില്ല. ഇതേ നേരം തന്നെ നമ്മുടെ പറവ ലീഡർ ഉണ്ടല്ലോ, പറവ ലീഡർ ഡോറ് കുറ്റിയിടാണ് പുറത്തുനിന്ന്. എന്നാൽ വില്ലനാണെങ്കിൽ വന്നിട്ട് ആ ഡോറ് പലതവണ ചവിട്ടി പൊളിക്കുകയാണ്. അങ്ങനെ പൊളിച്ച് അകത്തോട്ട് കയറുകയാണ്. എന്തായാലും അകത്ത് നോക്കുന്ന സമയത്ത് ആരെയും കാണുന്നില്ല, ആ തത്തേനെ മാത്രമേ കാണുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഒരു പൂട, അതായത് ഫെദർ തറയിൽ വന്ന് വീഴുകയാണ്. ഇത് കണ്ടപ്പം ഈ വില്ലന് മനസ്സിലായി, അതായത് താറാക്കൂട്ടങ്ങൾ അകത്തുണ്ടെന്ന്. അങ്ങനെ ആ ബാക്കിലൊരു തൂണുണ്ടായിരുന്നു. ആ തൂണിന്റെ ബാക്കിൽ ചെന്ന് നോക്കുകയാണ്. എന്നാൽ ഹീറോനെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഈ ഹീറോയ്ക്കാണെങ്കിൽ പൊക്കപ്പുറത്ത് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്, ഒരാളുടെ മണ്ടയിൽ ഒരാളായിട്ട്. അങ്ങനെ ഈ വില്ലൻ കാണാതെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ് കേട്ടോ. ഇതേ നേരം ആ പെൺകുട്ടിയുടെ, അതായത് മോളുടെ ഒരു ബലൂൺ ഉണ്ടായിരുന്നല്ലോ, ആ ബലൂൺ ആണെങ്കിൽ പൊട്ടിപ്പോവാണ് കേട്ടോ. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ ശബ്ദം കേൾക്കുകയാണ്. ഹീറോ ഒന്നും നോക്കില്ല, ആ ബലൂൺ എടുത്തിട്ട് വായിൽ വെക്കുകയാണ്, അതായത് ശബ്ദം കേൾക്കാതിരിക്കാനായിട്ട്. എന്തായാലും അത് ഹീലിയം അല്ലേ, അത് ശ്വസിക്കുകയാണ്. അങ്ങനെ പെരുകി നമ്മുടെ താറാവ്, അതായത് ഹീറോ ആണെങ്കിൽ പെരുകുകയാണ് നന്നായിട്ട്. അങ്ങനെ പെരുകി മണ്ടയിലോട്ട് പൊങ്ങുകയാണ്. ഇതേ നേരം വില്ലൻ തൊട്ട് ഫ്രണ്ടിൽ വന്ന് നിൽക്കുകയാണ്. ഹീറോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്തായാലും ഈ ഷെഫ് ആണെങ്കിൽ ഹീറോനെ കയറി പിടിക്കുകയാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഹീലിയം ശ്വസിച്ചിട്ട് പെരുകി നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അവന്റെ വായിലുള്ള ഹീലിയം ആണെങ്കിൽ പുറത്തോട്ട് പുറന്തള്ളുകയാണ് കേട്ടോ. അവ ഇങ്ങനെ ബലൂൺ കണക്ക് പുറത്തിങ്ങനെ പറന്ന് നടക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് എന്നിട്ട് ഈ വില്ലന്റെ തലയ്ക്ക് എന്ന് ഇടിക്കുകയാണ് കേട്ടോ, അതായത് ഹീറോ. അപ്പൊ അവന്റെ വയറ്റിൽ കിടന്ന ആ താക്കോലാണെങ്കിൽ പുറത്ത് വരികയാണ്. അങ്ങനെ നേരെ ചെല്ലുന്നത് ആ തത്തയുടെ അടുത്താണ് കേട്ടോ. ആ തത്ത ആ ചാവിയാണെങ്കിൽ കൈകൊണ്ട്, അതായത് കാലുകൊണ്ട് പിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ കൂട് തുറക്കുകയാണ്. ഇതിനുശേഷം തത്തയ്ക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അതായത് കുറെ വർഷങ്ങളായിട്ട് അവിടെ പൂട്ടിയിട്ടിട്ട് ഇപ്പൊ ഫ്രീഡം കിട്ടിയേക്കല്ലേ, അതിന്റെ ഒരു സന്തോഷമുണ്ട്. എന്തായാലും തത്തയാണെങ്കിലും മണ്ടയിലൊരു റൂഫാട്ടോ, ചില്ലിന്റെ റൂഫാ. അതൊക്കെ പൊളിച്ച് സന്തോഷം കാരണം ഏറ്റവും മണ്ടയിൽ പോവാണ്. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർക്ക് രക്ഷപ്പെടാൻ എളുപ്പമായല്ലോ, അവരും മണ്ടയിൽ കൂടെ പറന്ന് പുറത്തിറങ്ങുകയാണ് കേട്ടോ. ഇതിനുശേഷം തത്തയാണെങ്കിൽ കുറെ നേരം അവിടെ പറന്നിട്ട് ഇവരെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് സന്തോഷം
കാണിക്കുകയാണ് അവരുടെ അടുത്ത്. എന്നിട്ട് ഇനി അവർ തമ്മിൽ ഫ്രണ്ട്സ് ആയിരിക്കും കേട്ടോ, ഈ തത്തേനെ രക്ഷിച്ചില്ലേ. അപ്പോൾ ഇവർക്ക് പോകാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പറവ ലീഡറിന്റെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ ആ ജമൈക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതിനുശേഷം അവർ പകലാണെങ്കിൽ പറന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ ജമൈക്ക എന്ന് പറയുന്ന ഐലൻഡിലോട്ടാണ് പറന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതേ നേരം മോക്കാണെങ്കിൽ ബാത്റൂമിൽ പോകണമെന്ന് പറയാണ്. അപ്പം അമ്മ പറയുന്നുണ്ട് ആകാശത്ത് തന്നെ വെച്ച് ചെയ്തോളാൻ. എന്നാലും ആ പെൺകുട്ടിക്ക് അത് പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ താഴെ ചെന്ന് ലാൻഡ് ചെയ്യാണ്. എന്തായാലും ഈ മോളാണെങ്കിൽ അവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ ആരും നോക്കുന്നതാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അലറി വിളിക്കുകയാണ്. എല്ലാവരും അങ്ങോട്ട് വരുവാണ്. അപ്പൊ ചെന്ന് നോക്കുമ്പം ആരും നോക്കിയതല്ല കേട്ടോ, ഒരു ഡോറായിരുന്നു. ആ ഡോറിലാണെങ്കിൽ എന്തോ ഒരു ജീവിയുടെ കണ്ണിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ ആ ഡോറ് തുറന്നിട്ട് അകത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ വേറൊന്നുമില്ല കേട്ടോ, അതൊരു ബേസ്മെന്റ് ആണ്. ഈ തത്തയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ തൊട്ട് മണ്ടയിൽ എന്തോ അലപ്പ് വെക്കുകയാണ്. അങ്ങനെ പതിയെ ആ ഡോറ് തുറന്ന് നോക്കുന്ന സമയത്താണ് അത് വേറൊന്നുമല്ല, വേറെ കുറെ വെള്ളത്താറാവാണെങ്കിൽ അവിടെ യോഗ ചെയ്യാണ് കേട്ടോ. അപ്പൊ അവരിങ്ങനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുമല്ലേ. പെട്ടെന്ന് തന്നെ ഈ അങ്കിളാണെങ്കിൽ ബഹളം വെച്ചോണ്ട് അങ്ങോട്ട് വരുവാണ് കേട്ടോ. എല്ലാരും കൂടെ ഡോറ് തുറന്നിട്ട് പുറത്ത് നിന്ന് വീഴാണ്. എന്തായാലും ഈ വെള്ളത്താറാവ് വലിയ പേടിപ്പിക്കുന്ന ആളൊന്നുമല്ല കേട്ടോ. അവരാണെങ്കിൽ ഇവരെ സന്തോഷപൂർവ്വം വെൽക്കം ചെയ്യാണ്. അവർക്ക് നല്ല സന്തോഷമായി പുതിയൊരു ആൾക്കാർ വന്നുകൊണ്ട് തന്നെ. അപ്പൊ അവരവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു മുത്തശ്ശിയും മുത്തശ്ശനും വരികയാണ് കേട്ടോ. എന്നിട്ട് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. ഇവരെ ഒരു ഫാമിലോ വീട്ടിലോ വളർത്തുന്ന താറാക്കളാണ് വെള്ളത്താറാക്കൾ. അപ്പം പുറത്തിറങ്ങുന്ന നേരത്താണ് അവർ കാണുന്നത് ഒരു മിനി വണ്ടർലാ എന്നൊക്കെ പറയാം കേട്ടോ. സ്ലൈഡൊക്കെ ഉണ്ട്, വാട്ടർ പാർക്ക് എന്നൊക്കെ പറയാം. അപ്പൊ ഈ താറാക്കൾക്ക് അവിടെ സുഖമാണ് കേട്ടോ, മസാജൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ താറാക്കൾക്ക്. എന്തായാലും ഈ വണ്ടർലാൻഡ് ഒക്കെ കാണുമ്പം ആർക്കാരെന്നാലും ഒരു ആഗ്രഹം കാണത്തില്ലേ വെള്ളത്തിലൊക്കെ കളിക്കണമെന്ന്. അങ്ങനെ നമ്മുടെ ഹീറോയിൻ കൂട്ടരും അവിടെ കളിക്കുകയാണ് കേട്ടോ. ഇതേ നേരം തൊട്ട് സൈഡിൽ എന്തോ ഒരു ട്രക്ക് വരുവാണ്. ഇത് ശ്രദ്ധിച്ച നമ്മുടെ ഹീറോന്റെ മോനാണെങ്കിൽ അവിടെ ചെന്ന് നോക്കുകയാണ് അതെന്താന്ന്. അപ്പൊ ചെന്ന് നോക്കുമ്പോൾ അത് വേറൊന്നുമല്ല കേട്ടോ, അതായത് വില്ലൻ അവിടെ വന്നിട്ടുണ്ട്. ഈ വില്ലനാണെങ്കിൽ ഈ മുത്തശ്ശനില്ലേ, ഡോറ് തുറന്നു കൊടുത്ത മുത്തശ്ശനില്ലേ, ആ മുത്തശ്ശന് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ട്. എന്തിനാന്ന് മനസ്സിലായോ? താറാവിനെ വാങ്ങാനാണ് കേട്ടോ, വേറൊന്നിനുമല്ല. അയാൾ താറാക്കറി വെക്കുന്നതിന് സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പം അടിപൊളി ടേസ്റ്റിന്റെ താറാവിനെ വെക്കാൻ ഇതിനെയൊക്കെ കൊല്ലാൻ കൊണ്ടുപോവാണ്. ഇത് നമ്മുടെ മോന് മനസ്സിലാവുകയാണ് കേട്ടോ. ഈ വെള്ളത്താറാവൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇവരെന്തോ ട്രിപ്പിന് പോകണമെന്നാണ്. അങ്ങനെ നേരെ ചെന്നിട്ട് ആ ലോറിയിൽ കയറുകയാണ് കേട്ടോ. അപ്പം മോൻ പറയുന്നുണ്ട് കേരളേ നിങ്ങളെ കറി വെക്കാൻ പോവാണെന്ന്. എന്നാൽ ഈ വെള്ളത്താറാവ് അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ഇതേ നേരം ഹീറോ അങ്ങോട്ട് വരുവാണ്. ഹീറോ പറയാണ് നീ അമ്മയടുത്ത് പോ, ഇപ്പൊ നീ പ്രശ്നം ഉണ്ടാക്കില്ല, എന്തെങ്കിലും പ്രശ്നം അമ്മയടുത്ത് പോകാൻ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. എന്നാലും മോനാണെങ്കിൽ പോകുന്നില്ല കേട്ടോ. നേരെ ആ ട്രക്കിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ഈ വെള്ളത്താറാവിന്റെ അടുത്ത് പറയാണ് നിങ്ങളെ കറിയാക്കാൻ പോവാണ്, പെട്ടെന്ന് ഓടി രക്ഷപ്പെടാൻ. ഇതേ നേരം തന്നെ മറ്റേ വില്ലൻ ഉണ്ടല്ലോ, വില്ലൻ വന്നിട്ട് മോന്റെ 2 കൈ ചവിട്ടി ഒടിക്കുകയാണ്. ആ ഫെദർ എല്ലാം നശിപ്പിച്ച് കളയാണ്. ഇനി മോന് പറക്കാൻ പറ്റത്തില്ല. എന്നിട്ട് എന്തോ ഒരു കുന്തം വെച്ചിട്ട് അവനെ കുത്തിപ്പിടിക്കുകയാണ് കഴുത്തിനകത്ത്. എന്തായാലും ഇത് കണ്ട ഹീറോയ്ക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഹീറോ ആണെങ്കിൽ പറന്ന് നടന്നിട്ട് വില്ലനെ അടിക്കുകയാണ് മോന്തയ്ക്ക് നോക്കിയിട്ട്. എന്നിട്ട് എല്ലാവരോടും ഇറങ്ങി ഓടാൻ പറയാണ്. അങ്ങനെ ഈ താറാവ് ഇറങ്ങി ഓടുന്ന സമയത്ത് വില്ലന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല കേട്ടോ. ഈ താറാവ് ഓടുമ്പം ഇവനാണെങ്കിൽ തറയിൽ വഴുതി വീഴുകയാണ്. ഇതിനുശേഷം എല്ലാ താറാക്കളും കൂടെ ആകാശത്തോട്ട് പറന്നു ഉയരാണ്. എന്നാലും നമ്മുടെ ഹീറോയിന്റെ മോന് മാത്രം പറന്നു ഉയരാൻ പറ്റുന്നില്ല. അവന്റെ ചിറകാണെങ്കിൽ നശിച്ചു പോയി കിടക്കുകയാണ്. എന്തായാലും ഹീറോ പറയാണ് നീ എന്റെ മുതുകത്ത് കയറി നമുക്ക് പറന്നു വന്ന്. അങ്ങനെ മോനാണെങ്കിൽ ഹീറോന്റെ മുതുകത്ത് കയറിയിട്ട് അവിടെ നിന്ന് പറന്ന് ദൂരോട്ട് പോവാണ് കേട്ടോ. എന്തായാലും അവർ കുറെ പറന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് ലാൻഡായിട്ട് അവിടെ ഇരിക്കുകയാണ്. കാരണം ജീവികളല്ലേ, ക്ഷീണം കാണും. എന്തായാലും ഇനി നാളെ പോവാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയാണ്. രാത്രി ആയിട്ടുണ്ട്, ഉറങ്ങാൻ പോവാണ് എല്ലാവരും. അവിടെ വെച്ച് ഹീറോ മോന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇനി ആ മോൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ, ഭാഗ്യവശാല് അങ്ങനെ 2 ചിറകെ ചവിട്ടി ഓടിച്ചോളൂ. ഇങ്ങനെ ഇനി വല്ല കൊല്ലം കാണാൻ ചെയ്തിരുന്നെങ്കിലോ എന്നാണ് ഹീറോന്റെ ടെൻഷൻ കേട്ടോ. അച്ഛനല്ലേ, അതുകൊണ്ടാണ്. ഇതിനുശേഷം എല്ലാവരും രാത്രി കിടന്ന് ഉറങ്ങുകയാണ് കേട്ടോ. എന്നാലും മോന് മാത്രം ഉറക്കം വരുന്നില്ല. മോനാണെങ്കിൽ തൊട്ട് സൈഡിൽ ചെറിയൊരു കടലുണ്ട് കേട്ടോ. ആ കടല് നോക്കാൻ പോയി നിൽക്കുകയാണ്. ഇതേ നേരം കുട്ടി പെൺകുട്ടിയുടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട്, അതായത് അനിയത്തി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ഇതേ നേരം നമ്മളൊരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് ഒരാൾ ഹെലികോപ്റ്ററിൽ ഈ താറാവിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അത് വേറെ ആരുമല്ല കേട്ടോ, അത് ഈ വില്ലനാണ്. അങ്ങനെ ഈ വില്ലൻ തപ്പുന്ന സമയത്താണെങ്കിൽ എനിക്കിത് തമാശയായിട്ട് തോന്നി. ഒരു പൂച്ചയാണെങ്കിൽ ഒരു താറാവിന്റെ മണ്ടയിൽ കയറി ആടി കളിക്കുന്നു. ഒരു പൂച്ച, ഒരു കണ്ടം പൂച്ച. ഇതിനുശേഷം ഈ ഹെലികോപ്റ്ററും കൊണ്ട് ഇയാൾ ആ താറാവിനെ കണ്ടുപിടിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ താഴോട്ടൊരു വല ഇടുകയാണ്. ആരെയും മിസ്സാക്കില്ല. ആ തത്ത ഉൾപ്പെടെ എല്ലാരെയും അതിനകത്തിട്ട് പിടിക്കുകയാണ്. ആ വല വെച്ച് പിടിച്ചിട്ട് ഹെലികോപ്റ്ററിനകത്തോട്ട് വലിച്ചു കയറ്റുകയാണ്. എന്നാൽ ഇതിനകത്ത് 2 പേര് മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അത് ആരൊക്കെയാണെന്ന് മനസ്സിലായോ? അതായത് മോനും മോളും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. അവര് ഒരു പെട്ടിയുടെ പിറകിൽ ഒളിച്ചിരുന്നു കേട്ടോ. അച്ഛൻ പറഞ്ഞായിരുന്നു ഇങ്ങോട്ട് വരല്, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന്. അപ്പൊ ഈ ഹെലികോപ്റ്റർ പോയ ഉടനെ തന്നെ മോനാണെങ്കിൽ അതിന്റെ പുറകെ പറക്കാൻ നോക്കുകയാണ്. എന്നാൽ അതൊന്നും നടക്കുന്നില്ല കേട്ടോ. അവന് പറക്കാൻ പറ്റുന്നില്ല. അവന്റെ ചിറകാണെങ്കിൽ ആ നാറി ചവിട്ടി ഒടിച്ചു കളഞ്ഞു കേട്ടോ. ഇതിനുശേഷം ഹെലികോപ്റ്ററിന്റെ അകത്ത് കാണിക്കുകയാണ്. നോക്കുന്ന സമയത്താണെങ്കിൽ ഈ വില്ലൻ വിചാരിച്ചില്ല ഹീറോനെയും ഹീറോയിനെയും ഇതിന്റെ അകത്തുനിന്ന് കിട്ടുമെന്ന്. ഈ വില്ലൻ വന്നേക്കുന്നത് തന്നെ വെള്ളത്താറാവിനെ പിടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഹീറോയിനും ഇതിനകത്ത് വന്ന് പെട്ടതാണ് കേട്ടോ. ഇപ്പം ഒരു വെടിക്ക് 2 പക്ഷി കേട്ടിട്ടില്ലേ, അതുപോലെ അങ്ങേർക്ക് നല്ല സന്തോഷമാണ് വില്ലന്. കാരണം ഹീറോയിനെയും കിട്ടുമെന്ന് അങ്ങേര് വിചാരിച്ചില്ലല്ലോ. ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയതല്ലേ, അപ്പൊ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഹീറോയിനെയും വേറൊരു പെട്ടിയിലാക്കാണ്. ഹെലികോപ്റ്ററിന്റെ ഡ്രൈവിംഗ് സീറ്റിന്റെ തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടാക്കുകയാണ്, ഒരു കൂട്ടിലാക്കിയിട്ട്. ഇതേ നേരം മോനെ മോളെ കാണിക്കുകയാണ് കേട്ടോ. അവരാണെങ്കിൽ വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. ഇതേ നേരം മോനാണെങ്കിൽ പറക്കാൻ
നോക്കുന്നുണ്ട്, എന്നാലും പറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ മോളാണെങ്കിൽ വിഷമം കാരണം മൂക്കട പിടിക്കുകയാണ് എന്തോ ഒരു സാധനത്തിൽ. അത് നോക്കുമ്പോഴാണെങ്കിൽ ഇവരെ പിടിച്ചോണ്ട് പോയില്ലേ, അതേ സമയം തന്നെ കുറെ കിളികളുടെ, അതായത് ഈ താറാവിന്റെയോ അല്ലെങ്കിൽ ആ തത്തയുടെയോ, കൂടുതലും ആ തത്തയുടെ ചിറക് തറയിൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ച് കെട്ടിയിട്ട് പറക്കാന്ന് ഇവർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതിനുശേഷം ഹീറോയിനൊക്കെ കാണിക്കുകയാണ്. ഹീറോയിനും ആണെങ്കിൽ കൂട്ടിലിട്ട് ഇങ്ങനെ തട്ടി തട്ടി ഫ്രണ്ടിലോട്ട് പോവാണ്, എന്നാലും നടക്കുന്നില്ല കേട്ടോ. ഈ വില്ലൻ ആണെങ്കിൽ വീണ്ടും അവരെ തള്ളി അകത്തോട്ട് വയ്ക്കുകയാണ്. ഇതേ നേരം തന്നെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഹീറോയിൻ ആണെങ്കിൽ ആകെ തകർന്നു പോയി. കാരണം ഹീറോയിനാണ് കൂടുതലും നിർബന്ധം പിടിച്ചത്, ട്രിപ്പിന് പോകണം, ലോകം കാണണം, അങ്ങനെയൊക്കെ. എന്നാൽ ലോകം കാണാൻ ഇറങ്ങിയപ്പം ഇങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ ഹീറോയിൻ ആണെങ്കിൽ കുറ്റബോധം കൊണ്ട് കരയാണ് കേട്ടോ. അപ്പം ഹീറോ ആണെങ്കിൽ എവളെ ഇങ്ങനെ ചിറപ്പ് ചെയ്ത് ലാസ്റ്റ് ഹീറോ എണീക്കാണ്. അപ്പൊ എണീക്കുമ്പോഴാണെങ്കിൽ ഹീറോന്റെ രണ്ട് കാലും കൂട്ടിന് പുറത്ത് കിടക്കുകയാണ്. അപ്പൊ അവർക്ക് ഐഡിയ കിട്ടി കേട്ടോ, ഇനി രക്ഷപ്പെടുമെന്നുള്ളൊരു ഹോപ്പും കിട്ടി. അതുകൊണ്ട് തന്നെ ഇവർ രണ്ട് കാലും പുറത്തിട്ടിട്ട് ഒരേപോലെ നടന്നു വരികയാണ്. എന്നാൽ അവരെ കൊണ്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്കിളും തത്തയും കൂടെ പറഞ്ഞു കൊടുക്കുകയാണ് ഒരേപോലെ കെട്ടിപ്പിടിച്ച് നടന്നു വരാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് ഡാൻസ് കളിച്ച് നടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ അവർ ഡാൻസ് കളിച്ച് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഈ ഡോറ് തുറക്കാനായിട്ട്. അപ്പൊ അതിനകത്ത് ഞെക്കാൻ നിൽക്കുന്ന നേരം പെട്ടെന്ന് തന്നെ ഈ വില്ലനാണെങ്കിൽ അവരെ വന്ന് പിടിക്കുകയാണ് കേട്ടോ. അവർക്ക് ഞെക്കാൻ പറ്റില്ല. ഇതേ നേരം ബാക്കിയുള്ള ആൾക്കാർ വെറുതെ നിൽക്കുക, വെള്ളത്തറവും കൂട്ടരും. അവരാണെങ്കിൽ ഓറഞ്ചും തക്കാളിയൊക്കെ പറക്കി ഇങ്ങനെ എറിയുകയാണ്. എന്തായാലും ആ കൂടാണെങ്കിൽ, അതായത് ഹീറോയിനെ ഇട്ടേക്കുന്ന കൂടാണെങ്കിൽ ഈ വില്ലന്റെ കയ്യിൽ നിന്ന് തെറിച്ചു പോവുകയാണ് കേട്ടോ. അപ്പൊ ഈ വെള്ളത്താറാവ് കുറെ അധികം ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ പറക്കി എറിയുന്നുണ്ട്. ഈ അങ്കിളാണെങ്കിൽ ഒരു തോക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ അങ്കിളിന്റെ വായിൽ കുറെ ഫ്രൂട്ട്സ് ഒക്കെ നിറച്ചിട്ട് ടടന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെടി വയ്ക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ആണെങ്കിൽ വലിയ എന്തോ ഒരു ഫ്രൂട്ട് എടുത്ത് വെച്ച് വെടി വയ്ക്കുകയാണ്. അത് ചെന്ന് അങ്ങേറെ തലയ്ക്കുണ്ട്, അതായത് വില്ലന്റെ തലയ്ക്ക്. വില്ലനാണെങ്കിൽ ബോധം കെട്ട് തറയിൽ ചെന്ന് വീഴാണ്. അവിടെ ഒരു റിമോട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതായത് ഈ ഹെലികോപ്റ്ററിന്റെ അടിഭാഗം തുറക്കുന്ന ഒരു റിമോട്ടാണ്. അത് തുറക്കപ്പെടുകയാണ് അങ്ങേറെ തല ചെന്ന് അടിച്ചിട്ട്. അപ്പൊ അത് തുറക്കുന്ന സമയത്താണെങ്കിൽ ഹീറോയിനും കൂട്ടിലല്ലേ, അവരാണെങ്കിൽ താഴോട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവര് വിചാരിച്ച് അവരുടെ കാര്യത്തിൽ തീരുമാനമായെന്ന്. അവർ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഇനി മരിക്കുമെന്ന് വിചാരിച്ചിട്ട്. എന്നാൽ അവർ മരിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മുടെ മോനും മോളും ആണെങ്കിൽ വന്നിട്ടുണ്ട് ചിറകൊക്കെ വെച്ച് കെട്ടിയിട്ട്. അങ്ങനെ അവർ വന്നിട്ട് എങ്ങനെയൊക്കെ ആ കൂടാണെങ്കിൽ വലിച്ചു തുറക്കുകയാണ് കേട്ടോ. വലിച്ചു തുറന്ന ശേഷം ഇവരെല്ലാരും കൂടെ ആകാശത്ത് വെച്ച് സന്തോഷം പങ്കിടുകയാണ്, കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ ബാക്കി വെള്ളത്താറാവും നമ്മുടെ തത്തയും എല്ലാരും കൂടെ ആ ഡോർ അടിച്ചു പൊളിച്ച് പുറത്തിറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. തള്ളിയൊക്കെ പൊളിച്ചിട്ടാണ് വരുന്നത്. അപ്പം ഈ വില്ലൻ എന്തോ പറ്റിയെന്നറിയാമോ, ഇതിന്റെ അടിഭാഗം തുറന്ന സമയത്ത് ഇവനാണെങ്കിൽ വലയിൽ കുരുങ്ങി കിടക്കുകയാണ് കേട്ടോ. ആ ഹെലികോപ്റ്ററിന്റെ വലയിൽ തന്നെ കുടുങ്ങി കിടക്കുകയാണ്. ഇവനിത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ള താറാവും ഇവരെല്ലാരും കൂടെ പറന്ന് രക്ഷപ്പെട്ട് ഇവരെടുത്ത് വരികയാണ്, ഹീറോയിന്റെ അടുത്ത്. എന്തായാലും ഇതിന് ശേഷം ഉണ്ടല്ലോ, അവരാ രാത്രി തന്നെ നേരെ പറഞ്ഞ് ജമൈക്ക എന്ന് പറയുന്ന ഐലൻഡിലോട്ട് പോവാണ്. അപ്പോൾ കുറെ നേരം ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് വഴി തെറ്റിപ്പോവാണ് കേട്ടോ. ഈ തത്തയ്ക്ക് വഴി തെറ്റിപ്പോയി. ഇപ്പൊ തത്ത പറയുന്നുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടെ അവിടെ പോയിട്ട് തിരിച്ചു വരുവാണ്. എന്നാൽ ഇവർക്ക് പറ്റും അങ്ങനെ തിരിച്ചു വരാനായിട്ട് സമ്മതിച്ചില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അവരങ്ങനെ നിൽക്കുന്ന നേരത്ത് തന്നെ ഈ കടലിന്റെ വെള്ളം തിളങ്ങാണ് കേട്ടോ. അത് ആ ഐലൻഡിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അവിടുത്തെ വെള്ളം എങ്ങനെ തിളങ്ങും. അങ്ങനെ പതിയെ നേരം വിളിക്കാണ്. തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവിടാണ് ഐലൻഡ് ഉള്ളത് കേട്ടോ. അത് ഹീറോന്റെ മോനാണ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെ എല്ലാരും കൂടെ ആ ഐലൻഡിലോട്ട് പതിയെ പറന്നുയരുകയാണ്. അങ്ങനെ അവർ ഐലൻഡിന്റെ അകത്ത് കയറാണ്. അപ്പൊ ഐലൻഡിന്റെ അകത്ത് കയറുന്ന സമയത്താണ് ഈ മോൻ ഒരു കാര്യം കാണുന്നത്. അതായത് നേരത്തെ കണ്ടില്ലേ വേറൊരു താറാവ് കൂട്ടത്തിൽ വേറൊരു പെൺകുട്ടീനെ, ആ പെൺകുട്ടി അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ നേരെ ചെന്നിട്ട് ആ പെൺകുട്ടീനെ കെട്ടിപ്പിടിക്കുകയാണ്. ഇതേ നേരം തന്നെ നമ്മുടെ തത്തയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. ഈ തത്തയുടെ കുറെ കസിൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ആ കസിനുമായിട്ടൊക്കെ അവിടെ പറന്ന് നടക്കുകയാണ്. അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ മോളുണ്ടല്ലോ, മോളാണെങ്കിൽ ഒരു മുതലേനെ കെട്ടി പട്ടിയെ പോലെ കൊണ്ടുവന്നിരിക്കുകയാണ്. ആ മുതലേക്ക് വേറെ വഴിയില്ല, എന്ത് ചെയ്യാനാ. അതാണെങ്കിൽ പാവയെ പോലെ നിന്ന് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഹീറോയിൻ ചെന്നിട്ട് പറയാണ് ആ പാവത്തിന് വീട് അത് പൊക്കോട്ടെ, അതിന് വെള്ളത്തിൽ കിടക്കേണ്ട ജീവിയല്ലേ, എന്തായാലും അതിനെ പറഞ്ഞു വിടുകയാണ്. അപ്പൊ ഈ മുതല ഓടുന്ന ഒരു സ്റ്റൈലുണ്ട് കേട്ടോ, കോമഡിയാണ് തുള്ളി പോകുന്നത് കാണാൻ. എന്തായാലും ഇവർക്ക് തിരിച്ചു പോകാൻ സമയമായി, കാരണം മൈഗ്രേഷന്റെ സമയം കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ പോകാനായിട്ട് റെഡിയായി നിൽക്കുന്ന സമയത്ത് ഹീറോനെ കാണാനില്ല കേട്ടോ. ഹീറോ ആണെങ്കിൽ ഓടി വരുവാണ് അങ്ങോട്ട്. എന്നിട്ട് പറയാണ് നമുക്ക് പുതിയൊരു ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്, സൗത്ത് പോളിലായിട്ടാണ്. എന്നിട്ട് കുറച്ച് പക്ഷികളെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ പക്ഷികളുടെ കൂടെയാണ് പോകേണ്ടത്. അപ്പൊ നോക്കുമ്പോൾ വേറൊരു പക്ഷിയല്ല കേട്ടോ, അത് പെങ്കിനാണ്. അതായത് തണുത്ത രാജ്യത്തോട്ടാണ് പോകേണ്ടത്, കോണ്ടിനെന്റിലോട്ട്. എന്തായാലും ഹീറോ പഴയതുപോലെ ഒരു ഫാമിലി മാൻ എന്നല്ലോ കേട്ടോ, നല്ല അഡ്വഞ്ചർ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇനി അവര് സൗത്ത് പോളിലോട്ട് എന്തായാലും ഈ പെങ്കിന്റെ കൂടെ പോകും. ഇതും കാണിച്ചുകൊണ്ടാണ് ഈ മനോഹരമായിട്ടുള്ള സിനിമ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അപ്പൊ ഗൈസ്, എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമ? അടിപൊളിയായിരുന്നു. എന്റെ തൊണ്ടയൊക്കെ നല്ല വേദനയുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം ലെന്തായിട്ട് ഞാൻ കുറെ സംസാരിച്ചായിരുന്നു. അപ്പൊ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എന്റെ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.